ഫ്ലാറ്റ് നമ്പർ 14 എന്ന തുടർക്കഥയുടെ 16-ാം ഭാഗമാണ് നമ്മൾ ഇന്ന് വായിച്ച് കേൾക്കാൻ പോകുന്നത്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കേൾക്കാൻ എല്ലാവരും ശ്രമിക്കണം കേട്ടോ. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടി ആക്ടിവേറ്റ് ചെയ്തേക്കണം. മുടങ്ങാതെ കഥയുടെ ഓരോരോ ഭാഗങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിയുമല്ലോ. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നതോടൊപ്പം നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം. നാണുവിൻ്റെ കൊലപാതകം സൃഷ്ടിച്ച ഭീതി ക്രമേണ അകന്നു തുടങ്ങി. അഡ്വാൻസ് തുക തിരിച്ചു കിട്ടില്ല എന്നുറപ്പായപ്പോൾ കുറേ താമസക്കാരൊക്കെ ഫ്ലാറ്റിലേക്ക് വന്നു. മടിച്ചാണെങ്കിലും അവർ ഫ്ലാറ്റുകളിൽ താമസം തുടങ്ങി. താമസിച്ചവർക്കാർക്കും തന്നെ ആരംഭത്തിൽ കാര്യമായ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല. കുറേ ദിവസങ്ങൾ ശാന്തമായി അങ്ങനെ മുൻപോട്ട് നീങ്ങി. എന്നാൽ മറ്റു കുറേ പേർ ഇനിയും കുഴപ്പങ്ങൾ എന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്ന് നോക്കാം എന്ന് കരുതി. എന്നിട്ട് അന്തിമ തീരുമാനമെടുക്കാം എന്ന് വിചാരിച്ച് അവർ മാറി നിന്നു. അവർ ആകാംക്ഷയോടെ ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അവിടെ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്നും ഇനിയൊന്നും ഉണ്ടാവുകയില്ല എന്നും എല്ലാവരെയും ബോധ്യപ്പെടുത്താൻ പങ്കജാക്ഷനും അനുയായികളും പരമാവധി പരിശ്രമം നടത്തി. എന്നാൽ അവരുടെ വാക്കുകൾ കൊണ്ടോ മറ്റുള്ളവരുടെ സമാധാനിപ്പിക്കൽ കൊണ്ടോ ഒന്നും സംശയമനസ്കരായ കുറേ പേരുടെ മനസ്ഥിതി മാറിയില്ല. ദിവസങ്ങൾ പിന്നെയും ശാന്തമായി നീങ്ങിക്കൊണ്ടിരുന്നു. പങ്കജാക്ഷനും അടുത്ത സുഹൃത്തുക്കളായ കുറച്ച് പ്രവർത്തകരും കൂടി ടൂർ പോയിരിക്കുകയായിരുന്നു. മൂന്നാറായിരുന്നു അവരുടെ ലക്ഷ്യസ്ഥാനം. ഇതിനു മുമ്പ് പലപ്പോഴും പങ്കജാക്ഷൻ പോയിട്ടുള്ളതാണ് മൂന്നാറിൽ. കാഴ്ച കാണലാണോ അവരുടെ പ്രധാന ലക്ഷ്യം എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കുറേ നാളായിട്ട് ശ്രീമംഗലത്തെ കാര്യവും പാർട്ടി പ്രവർത്തനവും എല്ലാം കൂടിയായിട്ട് പങ്കജാക്ഷന് നല്ല തിരക്കായിരുന്നു. തൽക്കാലത്തേക്ക് അതിൽ നിന്നും ഒഴിവായി നിൽക്കാൻ അയാൾ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് തിരക്കുകളിൽ നിന്നൊഴിവായി കുറച്ച് ദിവസം ഒന്ന് അടിച്ചു പൊളിക്കാൻ വേണ്ടി കൂട്ടുകാരോടൊപ്പം പോയത്. രാവിലെ ശ്രീമംഗലത്തു നിന്നും പുറപ്പെട്ട അവർ വൈകുന്നേരത്തോടെയാണ് മൂന്നാറിലെത്തിയത്. താമസ സൗകര്യം നേരത്തെ തന്നെ പറഞ്ഞു വച്ചിരുന്നു. ആ വക ഉത്തരവാദിത്വങ്ങളെല്ലാം ഏറ്റത് ടൂർ ഓപ്പറേറ്റർ തന്നെയാണ്. പങ്കജാക്ഷനും കൂട്ടുകാർക്കും പണം കൊടുക്കുന്ന ബാധ്യത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷമാണ് അവർ വൈകുന്നേരം ഹോട്ടൽ മുറിയിലേക്ക് വന്നത്. വരുന്നതിന് മുൻപ് തൻ്റെ പതിവായ ഒരു 90 അകത്താക്കി. യാത്രാക്ഷീണവും കാലാവസ്ഥയിലെ വ്യത്യാസവുമെല്ലാം കാരണം അധികം വൈകാതെ തന്നെ ഉറങ്ങിയേക്കാം എന്നൊരു തീരുമാനത്തിൽ എല്ലാവരും കൂടി എത്തിച്ചേർന്നു. അതുകൊണ്ടാണ് 10 മണിയാകുന്നതിന് മുൻപ് തന്നെ അത്താഴം കഴിച്ചത്. അതിൽ പിന്നെയാണ് ഓരോരുത്തരും തങ്ങളുടെ മുറികളിലേക്ക് എത്തിയത്. പങ്കജാക്ഷൻ മുറിയിലെത്തിക്കഴിഞ്ഞപ്പോൾ അയാൾക്ക് മാനേജിംഗ് പാർട്ണറുടെ കോൾ വന്നു. അത് അറ്റൻഡ് ചെയ്തു. അദ്ദേഹത്തോട് എന്തൊക്കെയോ സംസാരിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഒരു പുസ്തകവും വായിച്ചുകൊണ്ടിരുന്നപ്പോൾ അയാൾക്ക് രാത്രിയിലെ മൂന്നാറിനെ ഒന്ന് കാണണം എന്നൊരു ആഗ്രഹം തോന്നി. അയാൾക്ക് ആ ആഗ്രഹം തോന്നുന്നതിന് മുൻപ് തന്നെ അയാളുടെ മനസ്സിലിരുന്ന് ആരോ മന്ത്രിക്കുന്നുണ്ടായിരുന്നു. പുറത്തേക്ക് നോക്കാനും പുറത്തെ കാഴ്ചകൾ കാണാനും. മനസ്സിൻ്റെ നിർബന്ധം ശക്തമായപ്പോൾ പങ്കജാക്ഷൻ എഴുന്നേറ്റ് ജനൽ തുറന്ന് പുറത്തേക്ക് നോക്കി. ഇരുട്ടല്ലാതെ യാതൊന്നും കാണാൻ കഴിയുമായിരുന്നില്ല ആദ്യം. എന്നാൽ കുറേ കഴിഞ്ഞപ്പോൾ ആദ്യം മിന്നാമിനുങ്ങുകൾ വെളിച്ചം തെളിച്ചുകൊണ്ടിരുന്ന ഒരു മരം അയാളുടെ ശ്രദ്ധയെ ആകർഷിച്ചു. അങ്ങോട്ട് തന്നെ നോക്കി അവയുടെ ഡിം ലൈറ്റ് ഷോ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അതേ മരത്തിൽ നിന്ന് തന്നെ ഒരു പ്രത്യേക രൂപം കൂടുതൽ വെളിച്ചത്തോടെ ലോഡ്ജിന് നേരെ വരുന്നതായി അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടു. തനിക്ക് തോന്നിയതാണോ എന്നറിയാൻ വേണ്ടി വീണ്ടും വീണ്ടും അയാൾ നോക്കി. ശരി തന്നെയാണ്, ഒരു വെളിച്ചമാണെന്ന് മാത്രമേ തോന്നുന്നുള്ളൂ. അതിനെ ആ അർത്ഥത്തിൽ മാത്രമേ പരിഗണിക്കേണ്ട കാര്യമുള്ളൂ എന്നായിരുന്നു പങ്കജാക്ഷൻ്റെ ചിന്ത. അത് കൂടുതൽ അടുത്തേക്ക് വരുന്നുണ്ടെങ്കിൽ അത് വരട്ടെ. അത് ഇങ്ങോട്ട് തന്നെയാണെങ്കിൽ മാത്രമല്ലേ താൻ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട കാര്യമുള്ളൂ. ഇപ്പോൾ തനിക്ക് മിന്നാമിനുങ്ങുകളുടെ കലാപരിപാടികളായിരിക്കും കാണാൻ കൂടുതൽ നല്ലത്.
വെറുതെ എന്തിന് മറ്റെന്തെങ്കിലും ചിന്തിക്കാൻ പോകുന്നു? എത്രയായിട്ടും ആ മരത്തിലേക്ക് പിന്നീട് ശ്രദ്ധിക്കാൻ പങ്കജാക്ഷന് കഴിഞ്ഞില്ല. ആ വെളിച്ചം എങ്ങോട്ടായിരിക്കും പോയത് എന്ന സംശയത്തോടെ അയാൾ തനിയെ പറഞ്ഞു, അത് തനിക്ക് തോന്നിയതായിരിക്കും. അല്പം സമയം കഴിഞ്ഞ് അയാൾ വീണ്ടും നോക്കുമ്പോഴേക്കും ആ വെളിച്ചം അയാൾ താമസിക്കുന്ന ഹോട്ടലിന് അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു. സഞ്ചാരികൾക്ക് നയനസുഖമുണ്ടാക്കാൻ വേണ്ടി രാത്രിയിൽ നടത്തുന്ന എന്തെങ്കിലും കലാപരിപാടി ആയിരിക്കാൻ പോലും സാധ്യതയുണ്ട്. അതിനെപ്പറ്റി കൂടുതൽ ആലോചിക്കേണ്ട കാര്യമില്ല. വേണമെങ്കിൽ തന്നെ കൗണ്ടറിൽ ചോദിച്ചു മനസ്സിലാക്കാവുന്നതേയുള്ളൂ. അയാൾ നോക്കി നിൽക്കെ തന്നെ ആ വെളിച്ചം അവരുടെ കെട്ടിടത്തിനടുത്തേക്ക് തന്നെ എത്തുകയും ചെയ്തു. അത് മെല്ലെ മെല്ലെ ഉയർന്നു വരുന്നു. പങ്കജാക്ഷൻ താമസിച്ചിരുന്ന റൂമിൻ്റെ സൈഡിലെ ജനലിലേക്കെത്തി. ഇപ്പോഴാണ് വെളിച്ചത്തിൻ്റെ ശരിയായ തീവ്രത പങ്കജാക്ഷന് മനസ്സിലായത്. അതിന് നേരെ ഒന്ന് നോക്കാൻ പോലും അയാൾക്ക് കഴിഞ്ഞില്ല. അയാൾ കണ്ണടച്ചുകൊണ്ട് പിന്തിരിഞ്ഞു. എങ്കിലും തന്നെ പിന്നിൽ നിന്ന് പിടിച്ച് ആരോ വലിക്കുന്നത് പോലെ അയാൾക്ക് തോന്നി. വീണ്ടും അയാൾ പുറത്തേക്ക് തന്നെ നോക്കി. വീണ്ടും ആ വെളിച്ചത്തിലേക്ക് നോക്കാതിരിക്കാൻ വേണ്ടി അയാൾ ജനലുകൾ അടച്ചു. അല്പം അവിടെ നിന്ന് മാറി നിൽക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത്. ജനലിൽ തെളിഞ്ഞു വന്നതൊരു രൂപമായിരുന്നു. മനുഷ്യരൂപം എന്ന് പൂർണ്ണമായി പറയാൻ കഴിയില്ലെങ്കിൽ പോലും 2 കൈകളിലെ വിരലുകൾ വ്യക്തമായി കാണാം. അത് വ്യക്തമായി ജനൽ ചില്ലിൽ തെളിഞ്ഞു കാണാം. ആ കൈകൾ പുറത്തുനിന്ന് തന്നോട് ജനൽ തുറന്നു കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നതായി അയാൾക്ക് പലപ്പോഴും തോന്നി. എന്തിന് ജനലുകൾ തുറന്നു കൊടുക്കണം? അങ്ങനെ ഒരു മാരണത്തിന് മുറിക്കുള്ളിലേക്ക് എന്തിനു കയറ്റുന്നു? അതിൻ്റെ ആവശ്യമില്ല. ഏതായാലും താൻ ജനൽ തുറന്നു കൊടുക്കാൻ പോകുന്നില്ല. പക്ഷേ വീണ്ടും അങ്ങോട്ട് നോക്കാതിരിക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല. ഇപ്പോൾ ഒരു തലയോട്ടി കൂടി അതിന് മുകളിലായി കാണാം. അപ്പോൾ ഇത് മനുഷ്യരൂപം തന്നെയാണ്, പക്ഷേ അസ്ഥികൂടമാണെന്ന് മാത്രം. കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ എന്തു തന്നെ ആയാലും കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കല്ലേ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്ന് ഓർമ്മിച്ചേക്കണേ. അടുത്ത പാർട്ട് മറ്റന്നാൾ ഉച്ചയ്ക്ക് 12 മണിക്ക് തന്നെ പോസ്റ്റ് ചെയ്യും. കേൾക്കുകയും സഹകരിക്കുകയും ചെയ്യണം കേട്ടോ. ഓക്കെ.